ഹലോ, വെൽക്കം ബാക്ക് ടു റാണീസ് രുചിക്കൂട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അവിയലിൻ്റെതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നോർമൽ അവിയലല്ല, അത് നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയായിരുന്നല്ലോ. പാലക്കാടൻ സ്റ്റൈലിലുള്ള അവിയലൊക്കെ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നല്ലോ. ഇതിപ്പോൾ പച്ച തക്കാളി കൊണ്ടുള്ള ഒരു അവിയലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോഴേ എന്തോരം സാധനങ്ങൾ വേണം അല്ലേ. പക്ഷേ ഈ അവിയലിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചത്തക്കാളിയാണല്ലോ. ഞാനിവിടെ 4 പച്ചത്തക്കാളി വാങ്ങിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഇത്ര കിട്ടിയുള്ളൂ. പിന്നെ നാളികേരം, അര നാളികേരം വേണ്ട, അതിൻ്റെയും കൂടെ ഹാഫ് മതി കേട്ടോ. 1/4 നാളികേരം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 2 ചുവന്നുള്ളി ചെറുതെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഈ തക്കാളി അരിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് അരിഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, കാരണം ഇത് തക്കാളിയല്ലേ, അധികം വേവൊന്നുമില്ലല്ലോ. ഇനി ഇതിനകത്തേക്ക് ആ 4 പച്ചമുളകും കൂടി ഇടുകയാണ്. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തക്കാളിക്കകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്ക് ഫ്ലെയിം കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് തിളയ്ക്കുന്ന വരെ നമുക്ക് ഫ്ലെയിം ഹൈയിലിടാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ലോയിലേക്ക് മാറ്റുകയും ചെയ്യണേ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഏകദേശം ഇത് വേവൊക്കെ ആയിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് ഇളക്കി അടയ്ക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കേ അവിയലിനുള്ള തേങ്ങ ചതച്ചെടുത്താലോ. അപ്പോൾ മിക്സി ജാറിനകത്തേക്ക് തേങ്ങയും ജീരകവും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടെ ഇടാം. ഇനി നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം കേട്ടോ. അവിയലിൻ്റെ വേവൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഇനി കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബർണർ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില, 1-2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്നും കൂടെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സാധാരണ അവിയലിന് ചേർക്കുന്ന പോലെ നമ്മൾ ഇതിനകത്ത് തൈര് ചേർക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന് ഓൾറെഡി ഇപ്പോൾ തക്കാളിയല്ലേ, ഇതിന് നല്ല പുളിയുണ്ടല്ലോ. അപ്പോൾ പിന്നെ തൈരിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അവിയലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. പോകുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ പറയുകയാണ്, ഈ വീഡിയോയും ഈ ചാനലിൻ്റെ ലിങ്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണും വരേക്കും ബൈ, സീ യു.